നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 കഴിഞ്ഞു. ഇനി 8 ടീമുകൾ മാത്രം ബാക്കിയാണല്ലോ. ഈ 8 ടീമുകൾ ഫ്രാൻസ്, സ്പെയിൻ, അർജൻറ്റീന, ഇംഗ്ലണ്ട്, ബെൽജിയം, നോർവേ, സ്വിറ്റ്സർലൻഡ്, മൊറോക്കോ. ഈ ടീമുകളുടെ കിരീട സാധ്യത എത്രയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ ടീമുകൾക്ക് ഗ്ലോബോ നൽകുന്ന കിരീട സാധ്യതയുടെ പെർസെൻറ്റേജ്, പ്രോബബിലിറ്റി നമ്മളൊന്ന് പരിശോധിക്കുന്നു. ഒന്നാമത് ആരാണ്? അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ നേരെ തിരിച്ച് താഴെ ഒന്ന് നമുക്ക് മുകളിലേക്ക് കയറാം. ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഈ മുന്നോട്ട് പോയ ടീമുകളിൽ ഇപ്പോൾ അവർ കണക്കാക്കുന്നത് മൊറോക്കോക്കാണ്. 5% മാത്രമാണ് മൊറോക്കോയുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ 7ാം സ്ഥാനത്ത്, കിരീട സാധ്യതയിൽ 7ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ കിരീട സാധ്യത 5.3% മാത്രമാണ്. മൊറോക്കോ ഈ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനെ നേരിടുമ്പോൾ സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ അർജൻറ്റീനയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഈ 2 ടീമുകൾക്ക് വളരെ കുറഞ്ഞ കിരീട സാധ്യത കാണിക്കുന്നു. അതുപോലെ തന്നെ നോർവേയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. 5.3% അവരുടെ കിരീട സാധ്യത ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ നോർവേ ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് കയറി വന്നതെന്നും അടുത്ത കളിയിൽ അവർ ഇംഗ്ലണ്ടുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടതെന്നും മനസ്സിലാക്കുക. അതിന് മുകളിൽ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ബെൽജിയത്തിനാണ്. ബെൽജിയം വേൾഡ് കപ്പിൻ്റെ തുടക്കത്തിലൊന്ന് പമ്മി തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ട് പൊളിച്ചെടുക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ബെൽജിയത്തിൻ്റെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 7.4%. ഇംഗ്ലണ്ടാണ് അടുത്തത്. ഇംഗ്ലണ്ടിൻ്റെ കിരീട സാധ്യത, ബെൽജിയം സ്പെയിനെതിരെയാണ് കളിക്കുന്നത്. ഇംഗ്ലണ്ട് നമ്മൾ പറഞ്ഞു നോർവേക്കെതിരെയാണെന്ന്. അത് ക്വാർട്ടർ ഫൈനൽ, പിന്നെ സെമി ഫൈനൽ ഒരു പക്ഷേ അർജൻറ്റീനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ മെക്സിക്കോക്കെതിരെ നല്ല രൂപത്തിലുള്ള പോരാട്ട വിജയം നേടിക്കൊണ്ടാണ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടറിലേക്ക് വരുന്നത്. 10.7% അവരുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ 4ാമതാണ് ഇംഗ്ലണ്ട് എന്നർത്ഥം. മൂന്നാമതാണ് അർജൻറ്റീന. കടന്നു വന്ന വഴികളിലെല്ലാം വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന അർജൻറ്റീന, പക്ഷെ ഒരുവിധം ഒടുവിൽ അവർ വിജയിച്ച് കയറുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സോ അർജൻറ്റീനയുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 18.7%. സ്വിറ്റ്സർലൻഡാണ് അവരുടെ റൗണ്ട് ഓഫ് 16 എതിരാളികൾ. രണ്ടാം സ്ഥാനത്ത് സ്പെയിനാണ്. പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി മുന്നോട്ട് വന്ന സ്പെയിന്, ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു ഗോളും വഴങ്ങാത്ത സ്പെയിന്. ആ സ്പെയിനിൻ്റെ കിരീട സാധ്യത 23.2% 1ാം സ്ഥാനത്ത് കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ഫ്രാൻസിനാണ്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ കൊടുത്തിരുന്നു പരാഗ്വെ. പക്ഷേ പരാഗ്വയുടെ ആ ഒരു ഡിഫൻസീവ് പൂട്ടിനെയും പൊട്ടിച്ചുകൊണ്ട് ഒറ്റ ഗോളിൻ്റെ നേട്ടവുമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ട് ഇനി വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടറിൽ അവർ മൊറോക്കോയെ നേരിടുകയാണ്. ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കണക്കാക്കുന്നു ഫ്രാൻസിനും സ്പെയിനും ഏതാണ്ട് തുല്യമാണ്. ഫ്രാൻസിൻ്റെ 24.4% സ്പെയിനിൻ്റെ വിജയ സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 23.2%. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.